ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ആദ്യത്തെ വ്ളോഗ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ നമ്മളെല്ലാവരും ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ. ഇതെൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ബസ് അപ്പം തന്നെ സ്പോട്ടിലെത്തിയിട്ടാണ്. ശരിക്കും അങ്ങനെയല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മളൊരു ഡേറ്റ് എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ഡേറ്റും കാര്യമൊക്കെ ഫിക്സ് ചെയ്ത് ബസ്സും എല്ലാം റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ശനി ഞായറാണ് ടൂർ പോയത്. അപ്പോൾ ബസ് വന്നു, നമ്മളെല്ലാവരും കയറി. നമ്മളെ പിക്ക് ചെയ്തതിന് ശേഷമാണ് അവരെ ചെറുവത്തൂർ പോയി ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ പിക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ബസ് ഒരു മെയിനാണ് ട്രിപ്പിൽ, കാരണം ബസ്സിലാണ് വൈബ് മൊത്തം. അപ്പം ഞാൻ വിചാരിച്ചു ബസ് കയറിയാൽ ഉറങ്ങാൻ പോവല്ലേ എല്ലാവരും, കാരണം മോർണിംഗ് 4 മണിക്കാണ് നമ്മൾ 4:30 നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കിടന്നുറങ്ങും, അതുകൊണ്ട് നമുക്ക് എന്താകാം ഒന്ന് പറയണ്ടേ, അങ്ങനെ അടിച്ചുപൊളിയൊന്നും ഉണ്ടാകും. പക്ഷേ അതൊന്നല്ലായിരുന്നു ബസ്സിൽ നടന്നത്. ബസ്സിൽ നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫുള്ളെന്ന് പറയണ്ടേ ഒരേ ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നിർത്തിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്ന് നേരം വെളുത്തപ്പോൾ. പക്ഷെ അതുവരെ ആരും ഉറങ്ങിയിട്ടില്ല, ഫുള്ള് വൈബായി. കാരണം നമ്മുടെ ഫാമിലിയിൽ ആദ്യത്തെ ട്രിപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോർണിംഗ് ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വയനാട് എത്തി. അവിടെ നിന്നൊരു തട്ടുകടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷായി. അവിടെ തൊട്ടടുത്ത് പെട്രോൾ പമ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനൊക്കെ ഉള്ളവർ ഫ്രഷായി വന്ന് നമ്മൾ ചായയും കുടിച്ച് ഇനി അവിടെ നിന്ന് കുറച്ച് ദൂരെ കൂടി പോയാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലേസിലെത്തും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് കുറുവ ദ്വീപിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം വരുന്ന 244 ഫാമിലീസിനെ അവർ ടിക്കറ്റ് കൊടുക്കൂ. ഇല്ലയെന്ന് വെച്ചാൽ അത് ക്ലോസ് ആയിരിക്കും അതിൻ്റെ ശേഷം. പിന്നെ ഈ ഒരു കയാക്കിങ് ചെയ്ത് വേണം നമ്മൾ ദ്വീപിലേക്ക് പോകാൻ. നമ്മളെ ഫാമിലിയിൽ ആരും ഇതുവരെ കയാക്കിങ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഉപ്പുപ്പാവും ഉമ്മൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊരു പേടി ഉണ്ടായിരുന്നാലും നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത് ആദ്യത്തെ എക്സ്പീരിയൻസ് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കയറി അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളും ചുറ്റും കാടാണ് കേട്ടോ. ഈ കാട്ടിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടന്നിങ്ങനെ ക്ഷീണിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഹട്ടൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടന്നിട്ട് മെല്ലെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പോകാം. കാരണം ഇപ്പോഴേ പോകണ്ട, 4 മണി വരെ നമുക്ക് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കാണ്, ഈ ഒരു വാട്ടർ ഫോൾസിൻ്റെ അടുക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് കുളിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആവാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വലിയ ആളെപ്പോലെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവാം എന്ന രീതിയിൽ മെല്ലെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ അമ്മായിയും പോകുന്നുണ്ട്. അപ്പോൾ അവൾ ഒന്ന് അറിയാതെ പെട്ടെന്ന് സ്ലിപ്പായി. ആ സ്ലിപ്പായി അമ്മായിയും പേടിച്ച്, പിന്നെ അമ്മായി മെല്ലെ സ്കിപ്പ് ഇട്ടിട്ടാ. പിന്നെ നമ്മളൊരു 3 മണി 3:30 ആകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ തിരിച്ച് തിരിച്ച് ദ്വീപിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് വന്നു കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് സമയം പോകുന്ന അറിയേയില്ല. നമ്മൾ രാവിലെ 10 മണിക്കാണ് ഇവിടെ എത്തിയത്. പിന്നെ നമുക്കെല്ലാവർക്കും വയറിന്ന് വിശപ്പിൻ്റെ കാഹളം വന്നപ്പോൾ നമ്മളെന്താക്കി മെല്ലെ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഫുഡ് ഒരു നാടൻ വൈബായിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. പക്ഷേ നിങ്ങൾ ഈ ആംബിയൻസ് ഒന്നും നോക്കണ്ട, ഫുഡ് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു എസ്റ്റേറ്റാണ് നിൽക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ എസ്റ്റേറ്റിലേക്ക് വണ്ടി നമ്മുടെ ബസ് പോവില്ല, അവർ തന്നെ പേഴ്സണൽ ട്രക്ക് വരും. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ആയിക്കോട്ടെയാണ്. കാരണം നമ്മൾ ഒരു പാറൻ്റെ മേലെയാണ് നമ്മൾ എസ്റ്റേറ്റ് വരുന്നത്, അവിടെയാണ് നമ്മൾ സ്റ്റേ ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ എസ്റ്റേറ്റിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടി ഈ ട്രക്കിലാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. റൂമെന്ന് പറഞ്ഞാൽ റൂമിൽ തന്നെ കുറേ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഈ ഒരു എസ്റ്റേറ്റ് ഉണ്ടോ, അവിടെയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തവർക്ക് മനസ്സിലാവും, ഇങ്ങനെ നൂലിലേ പോകുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം വന്ന റോഡ് നമ്മൾ തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാനിറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിലേ കൂടിയാണോ നമ്മൾ വണ്ടിയെടുത്ത് വന്നതെന്ന് നമ്മൾ ശരിക്കും ഷോക്കായിട്ടാണ്. കാരണം അത്രയും ഇടുങ്ങിയ അതുപോലെ അങ്ങനത്തെ ഒരു റോട്ടിലേ കൂടിയാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ ട്രക്കിംഗ് ഒരു വല്ലാത്ത ഒരു അനുഭവം നമുക്ക് തന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചധികം ഒന്നും പോവാനില്ല, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് റൂമിലേക്ക് ട്രക്കിംഗ് ഉണ്ടായിന് കേട്ടോ. പിന്നെ പെട്ടെന്ന് എത്തിന്, കയറിയതേ ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ റൂമിലേക്ക് എത്തിന്. പിന്നെ ഒറ്റ കുന്ന് കയറാൻ നമ്മൾ റൂം എത്തിയിട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ സ്പെഷ്യലി തിരഞ്ഞെടുത്തത് നമുക്ക് പേഴ്സണലായിട്ട് നമ്മളെ ഫാമിലി മാത്രം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ
ആ ഒരു രീതിയിലാണ് നമ്മൾ റൂമൊക്കെ തിരഞ്ഞെടുത്തത് കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ടല്ലോ. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനത്തെ റൂം തിരഞ്ഞെടുത്തിട്ടോ. അപ്പോൾ റൂമിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് ട്രയാങ്കിൾ ഷേപ്പ്, അതുപോലെ നല്ല എന്താ പറയണ്ടേ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിന്. ഈ ഒരു പാറിൻ്റെ മേലെയാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടത്തേക്കാണെങ്കിൽ വേറെ ആരും വരില്ല, നമ്മളെ ഫാമിലി മാത്രം, നമ്മൾ മാത്രം. അപ്പോൾ ആ ഒരു ഫ്രീഡത്തിൽ നമുക്ക് എന്തും കളിക്കാം, എന്തും ചെയ്യാം. അപ്പോൾ നമ്മളെന്താക്കി, പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്നേനി എവിടെയും പോകണ്ട, ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. ഇവിടെ എസ്റ്റേറ്റ് കുറേ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് നമ്മുടെ എസ്റ്റേറ്റ് മൊത്തം ഒന്ന് കാണാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് എല്ലാവരും ഫ്രഷ് ആവാൻ പോയിട്ടാണ്. അതിൻ്റെ ചുറ്റും കാണാൻ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ കാണിച്ചു തരാം. കുറേ ചെടികൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ചെടികളുണ്ടായിരുന്നു. അതുപോലെ ഊഞ്ഞാൽ, പിന്നെ എന്താ പറയണ്ടേ ബെഞ്ചുകൾ. പിന്നെ ഊഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഊഞ്ഞാലുണ്ട്, അതുപോലെ വലിയവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഊഞ്ഞാലുണ്ട്. പിന്നെ റൂമൊക്കെ കണ്ടു ട്രയാങ്കിൾ ഷേപ്പ്. എനിക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് റൂം ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താ പറയണ്ടേ റൂമും ഇത്രയും ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിവിടെ മാത്രമായിരിക്കും, വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഓൾമോസ്റ്റ് നമ്മളെല്ലാം അന്വേഷിച്ചിട്ട് ഫൈനലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും പ്ലസ് വൈബും കേട്ടോ. വൈബാണല്ലോ മെയിൻ, നമ്മൾ ട്രിപ്പ് പോകുന്നതേ വൈബാക്കാനാണല്ലോ. അപ്പം വൈബും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ അത് ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ റൂമും കാര്യങ്ങളും പ്രത്യേകം എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ എല്ലാ റൂമിലും എന്ത് പറയണ്ടേ എക്സ്ട്രാ ബെഡ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വീണ്ടും കുറേ ബെഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഫാമിലീസിൽ കുട്ടികൾ കുറേ ഉണ്ടാവില്ല, അപ്പോൾ അവരൊക്കെ കിടത്താനും നമുക്ക് കസിൻസൊക്കെ ഒരുമിച്ചായിരിക്കുമല്ലേ കിടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറയണ്ടേ ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. അവിടെ ഇരുന്ന് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിങ്ങനെ ചുമ്മാ കാറ്റ് കൊള്ളാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ റൂം അത്യാവശ്യം നീറ്റും എന്താ പറയണ്ടേ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മേലെയും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മേലെ കയറിയപ്പോൾ ചെറുതായി ഒന്ന് തല ഇറങ്ങി. കാരണം ഹൈറ്റ് പേടിയുള്ളവർക്ക് എന്തായാലും തല ഇറങ്ങും, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ മേലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ മേലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒന്നാമതേ പാറൻ്റെ മേലെ, അതിൻ്റെ മേലെയും കയറിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു റൂമിൻ്റെ പുറത്തുനിന്ന് 2 ഡോറുണ്ട് തന്നെ. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ തുറന്നു നോക്കിയാണ് ഇതെന്തിനാ ഡോറ്. അപ്പോഴത്തേക്ക് സംഭവം നമുക്ക് എളുപ്പത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാക്കിയിരുന്നു. അവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വിൻഡോസിൽ നോക്കുമ്പോൾ നല്ല വ്യൂവും കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഷട്ടിൽ, പിന്നെ എല്ലാം ക്യാരംസ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിനി. പിന്നെ മെയിൻ എല്ലാവർക്കും ക്ഷമയില്ലാത്ത കാര്യം ഈ പൂള് നോക്കിയിട്ടാണ് നമ്മൾ റൂം മെയിനായിട്ട് ബുക്ക് ചെയ്തത്. കാരണം നമ്മൾ പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൂളിൽ സെറ്റായിട്ട് എന്താ പറയണ്ടേ കളിക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ സെറ്റായതിന്. അപ്പോൾ പൂളിൻ്റെ തൊട്ടടുത്തായിട്ട് അവരൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചതെന്ന് വെച്ചാൽ ഒരു കിച്ചണും ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ ഒരു കിച്ചണിൽ നമ്മളെ വീട്ടിൽ വന്ന പോലെ എന്താ പറയണ്ടേ ഫുള്ളായിട്ട് നമുക്ക് എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തതിന്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടും കഴിക്കാം കേട്ടോ. ഡെലിവറി ഉണ്ട്, നമുക്ക് അങ്ങനെയും കഴിക്കാം. എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനുള്ള സകല പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് എസ്റ്റേറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഈ എസ്റ്റേറ്റിൻ്റെ അകത്തും കുഞ്ഞു കുഞ്ഞു ഒരുപാട് വീടുകളും അതുപോലെ തന്നെ പശു ഫാം, ആടിൻ്റെ ഫാം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശരിക്കും ഇത് മൊത്തം കാണുന്നത് കാപ്പിത്തോട്ടാണ് കേട്ടോ. അവിടെ മെയിനായിട്ട് കാപ്പി കൃഷിയാണ് ഉണ്ടായത് നമ്മൾ പോയ ആ ഒരു എസ്റ്റേറ്റിൽ കേട്ടോ. എന്നിട്ട് അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാറ ഉണ്ടോ, ഇതൊക്കെ നോക്കി എന്താ നല്ല കറുത്ത പാറയല്ലേ. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വീടുകളൊക്കെ നിൽക്കുന്ന കാണുമ്പോഴേ ഞങ്ങളെ വല്ലാണ്ട് ഷോക്കായി. നോക്കി ഏത് നിമിഷവും എന്തൊരു ഒരു അപകടം ഏത് നിമിഷവും സംഭവിക്കാന്നുള്ള ഇതിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. പിന്നെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പാറിൻ്റെ മീത്ത് ആരാണോ ടാങ്ക് കൊണ്ടുവച്ചത്, അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും ആ ടാങ്ക് അവിടെ ഫിറ്റാക്കിയിട്ടുണ്ടാവുക. ശരിക്കും എന്താ പറയണ്ടത്, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിന് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് മെല്ലെ റൂമിലേക്ക് തിരിച്ച് നടന്ന്
പിന്നെ നമ്മൾ മഗ്‌രിബാവാനായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്താക്കുക ബാക്കി കലാപരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നൈറ്റ് ഒന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ അല്ലാ എന്ത് രസമായിട്ടാണ് അവർ എന്താ പറയണ്ടത് നൈറ്റ് വ്യൂ അടിപൊളിയാക്കി തന്നിട്ടാണ്. ഫുള്ള് ലൈറ്റും ക്യാമ്പ് ഫയറും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിന്. നമ്മൾ പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞങ്ങൾ അങ്ങനെ നൈറ്റ് വ്യൂ ഒന്നും അവർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ ആ നൈറ്റ് വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് ഷോക്കായി. അത്രക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവർ ക്യാമ്പ് ഫയർ ആക്കി. പിന്നെ എന്താ പറയണ്ടത്, ക്യാമ്പ് ഫയർ ഉണ്ടാൽ പിന്നെ എല്ലാവരും തുള്ളണമല്ലോ. അപ്പോൾ എല്ലാവരും ഡാൻസും കളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയണ്ട ആ ക്യാമ്പ് ഫയറിൽ വിറക് കത്തി വെണ്ണീരാവുന്നവരെ ഡാൻസ് കളിച്ച് എന്നിട്ട് ഇവരെ നിർത്തിയില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെന്താക്കി ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ ഫുഡ് പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ ആസ്വദിച്ചിരുന്നു. പിന്നെ എല്ലാവരും പൂളിലേക്ക് പൂളിൽ ചാടിയാൽ പിന്നെ അടുത്തത് സ്പീക്കറും ഉണ്ട്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ നിർത്തുന്നേ ഇല്ല. അമ്മാതിരി ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും എങ്ങനെയും നിർത്തുന്നില്ല. കളിച്ച് പിന്നെ എങ്ങനെയും സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് ആരും കയറുന്നില്ല. ലാസ്റ്റ് ഇതിൻ്റെ ഓണേഴ്സ് സ്പീക്കറിൻ്റെ സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ അവിടെ നമ്മൾ കാടിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ ഫോറസ്റ്റിൽ കുറച്ച് റെസ്ട്രിക്ഷനും കാര്യമുണ്ട്. 10 മണിക്ക് ശേഷം വയലൻസ് പാടില്ല. അപ്പോൾ അങ്ങനെ ഒരുവിധം പറഞ്ഞ് എല്ലാവരും കയറിയിട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എൻ്റെ ഹസ്ബൻഡ് ചെറുതായി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിന്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലുത്. എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ഒരു ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിന്. എൻ്റെ ഉമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് കേക്ക് വയ്ക്കുന്നുണ്ടായിന്. അപ്പോൾ ആ ഒരു സന്തോഷവും കാര്യവും ഒരു ഷോക്കിങ്, കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കൊടുത്തതാണ്. നമ്മൾ പോലും അപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഉമ്മ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടൻ വരും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.